എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 7-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. ജൂലൈ 7-ാം തീയതി രാത്രിയോടെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. ഒന്നുകിൽ വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ രാത്രിയോടെയാണ് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതിൽ വന്നിട്ടില്ല. റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞിട്ടും ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെറിറ്റ് കോട്ടയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, അതുപോലെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ കാണാതിരിക്കാൻ കാരണം അപേക്ഷ നൽകാനുള്ള സമയം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഇനി വീണ്ടും ഈ ഒരു പേജിൽ കാണാനായിട്ട് പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ആ ഒരു പേജിൽ തന്നെ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഈ ഒരു സപ്ലിമെൻ്ററി റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുവർ റാങ്ക് ഡീറ്റെയിൽസ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഈ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നിങ്ങനെ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ പ്രിൻ്റ് അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. 8-9 തീയതികളിലായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് പോയിട്ട് അതായത് എപ്പോഴാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് ആ ഒരു സമയത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 7-ാം തീയതിയോടെയാണ് അറിയാൻ സാധിക്കുക. നിലവിൽ ഈ ഒരു പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ ഇല്ല. അത് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള സമയം അവസാനിച്ചതിനാലാണ് ആ ഒരു ലിങ്കുകളൊക്കെ നിലവിൽ വെബ്സൈറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് വന്ന ശേഷം ആ ഒരു ലിങ്കുകളൊക്കെ ഈ ഒരു പേജിൽ വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇടാവുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ വഴിയും അല്ലെങ്കിൽ അക്ഷയ വഴിയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.